യഥാർത്ഥത്തിൽ വാക്കുകൾക്ക് എന്ത് മൂല്യമാണുള്ളത് കാർത്തികേയ? ഒന്നും തന്നെ. ആരെങ്കിലും ഈശ്വരനാമം ജപിക്കുകയാണെങ്കിൽ ഈശ്വരനെ ആ നാമത്തിൽ മാത്രം പരിമിതപ്പെടുത്തുവാൻ സാധിക്കുമോ? ഇല്ല. ഇവിടെ വാക്കുകൾ സത്യമല്ലെന്ന് വ്യക്തമാകും. സത്യമായത് ഈ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന അനുഭൂതി മാത്രമാണ്. അഥവാ വാക്കു തന്നെയാണ് സത്യമെങ്കിൽ ഭോജനമെന്ന വാക്കിലൂടെ തന്നെ വ്യക്തിയുടെ വിശപ്പ് ശമിക്കുമായിരുന്നു. അതിനാൽ വാക്കുകൾക്ക് യാതൊരു മഹത്വവുമില്ല. ആ വാക്കുകളുമായി ബന്ധമുള്ള അനുഭൂതിക്ക് മാത്രമാണ് മഹത്വമുള്ളത്. വാക്കുകളുടെ അഭാവമുണ്ടെങ്കിൽ തന്നെയും ഈശ്വരനുണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ്. വാക്കുകളുടെ അഭാവത്തിലും സുഖദുഃഖങ്ങളുടെ അനുഭൂതി നിശ്ചയമായും ഉണ്ടായിരിക്കും. ജലത്തിന് ശീതളത്വം ഏവർക്കും അനുഭവപ്പെടാറുണ്ട്. സൂര്യന്റെ ഊഷ്മാവും ചന്ദ്രന്റെ ശീതളത്വവും എല്ലാം അനുഭവപ്പെടുന്നുണ്ട്. പ്രേമമാകുന്ന അനുഭൂതി ഉണ്ടാകും. എന്നാൽ അനുഭൂതികളുടെ അഭാവത്തിൽ വാക്കുകൾക്ക് യാതൊരു അർത്ഥവും ഉണ്ടാവുകയില്ല. വാക്കുകളിലൂടെ സംതൃപ്തി അടയുന്നത് ജ്ഞാനത്തിന്റെ അവസാനമാണ്.